വീഡിയോ എന്ന് പറയുന്നത് സൺഡേ മോർണിംഗ് വ്ലോഗാണ്. ഞാൻ രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ് ഫസ്റ്റ് പോയി കുളിച്ച് വന്നിട്ട് കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ഞാൻ ചർച്ചിലൊക്കെ പോവാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യം ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഈ വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ചെയ്തുകൊണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുത്തത്. എന്നാൽ ഇപ്പം ഞാനത് മാറ്റിയിട്ട് ഞാൻ ഈ എഡിറ്റ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ മാറ്റിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. സംഭവം എന്താ അറിയോ, പണ്ട് നമ്മൾ പള്ളിയിലൊക്കെ പോണത് നല്ല രസമാണ്. അമ്മയുടെ കൂടെ വൈറ്റ് കളർ സ്കാർഫൊക്കെ. പിന്നെ എങ്ങാനും അമ്മ രാവിലെ വിളിച്ചിട്ട് നമ്മൾ ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ വഴക്കായിരിക്കും. വൈകുന്നേരം വരെ എന്തിനാണ്, വൈകിട്ടെങ്കിലും പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വഴക്കുണ്ടാക്കുന്നത്. അത് മാത്രമല്ല വേറൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നതാണ്. ഇതിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇടയ്ക്ക് അമ്മയുടെ നാട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ ഞാൻ ചർച്ച കണ്ടപ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്. പണ്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം ഞാൻ അമ്മയുടെ നാട്ടിലായിരുന്നു. ആ സമയത്ത് അവിടെ മെയിനായിട്ട് ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് അത്. അതായത് ദുഃഖ വെള്ളിയാഴ്ച ഉണ്ടല്ലോ, ദുഃഖ വെള്ളിയാഴ്ച ദിവസം അവിടെ കഞ്ഞി കിട്ടും. നമുക്ക് പള്ളിയിൽ നിന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ പള്ളിയിൽ പ്രാർത്ഥന ആയിരിക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് കഞ്ഞി കിട്ടുവേ. ആ കഞ്ഞി എടുത്ത് ദൈവമേ, എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് അച്ചാറൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പള്ളിയിൽ നിന്ന് ആ കഞ്ഞി ഇങ്ങനെ നമ്മുടെ പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കൂട്ടിയിട്ട് കുടിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും വീട്ടിൽ ദുഃഖവെള്ളിക്ക് കഞ്ഞി വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. അതൊക്കെ നല്ല രസമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ സിറ്റിയിൽ കാണാൻ പറ്റാത്ത കാഴ്ചകളാണ്, ആ നാട്ടിൻപുറത്തെ ഒരു കാഴ്ചകളാണ് കേട്ടോ. അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്കിങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഓർമ്മ വന്ന്, അതാണ് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് പറയാമെന്ന് കരുതി. അപ്പോൾ ഈ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് ഓട്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഓട്സും മുസേലിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് രണ്ടും വാങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ, പണ്ടത്തെ എന്തെങ്കിലും അമ്പലത്തിൽ പോണത്, പള്ളിയിൽ പോണത്, എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള നേരം മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ അത് വായിക്കുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ടൈപ്പൊക്കെ ചെയ്ത് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ വീട് എത്താറായി. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ ബീഫും കൂടിയിട്ട് വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ ബീഫിന് 1/2 കിലോ ആണ് ഞാൻ വാങ്ങിയത്. 1/2 കിലോക്ക് 220 രൂപയാണ്. നിങ്ങളാണ് എത്ര രൂപയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു സൺഡേ കടന്നു പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്. രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്നു. അതിനുശേഷം പള്ളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായയും കൂടെ എന്തെങ്കിലും കഴിക്കുന്നു. അതിനുശേഷം വരുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഞായറാഴ്ച എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ ഞാൻ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. 다가가서 말을 할 거야. 널 사랑한다고